എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അധികാരം 90 പെരിയാரை പിഴയാമൈ മഹത്തുക്കളെ നിന്ദിക്കായിക. ഈ വിഷയത്തെക്കുറിച്ചാണ് ഈ അധികാരം. തന്നേക്കാൾ ഉയർന്നവരോട് ബഹുമാനപൂർവ്വം സംസാരിക്കുകയും പെരുമാറുകയും വേണം. ഉയർന്നവർ എന്ന് പറയുമ്പോൾ ശക്തി കൊണ്ട് ഉയർന്നവരായ രാജാക്കന്മാർ, തപശക്തി കൊണ്ട് മഹത്വമാർന്ന ഋഷീശ്വരന്മാർ തുടങ്ങിയവർ എല്ലാം പെടും. ക്രോധവും ഉൾപ്പകയും ഒക്കെയാണ് നിന്ദനത്തിന് പ്രേരകമാവുന്ന ശക്തികൾ. ആദ്യത്തെ കുറിൽ നോക്കാം. ആറ്റുവാർ ആറ്റൽ ഇകഴാമൈ പോറ്റുവാർ പോറ്റലുൾ എല്ലാം തലൈ. ആറ്റുവാർ ആറ്റൽ ഇകഴാമൈ പോറ്റുവാർ പോറ്റലുൾ എല്ലാം തലൈ. ഇച്ഛ പോൽ നേടുന്ന വലിയോരെ താഴ്ത്തായിക രക്ഷയിൽ മുഖ്യമാം രക്ഷ. ഇച്ഛ പോൽ നേടുന്ന വലിയോരെ താഴ്ത്തായിക രക്ഷയിൽ മുഖ്യമാം രക്ഷ. ആറ്റുവാർ എന്ന് പറഞ്ഞാൽ താൻ ഇച്ഛിക്കുന്നതെന്തോ അത് നേടുന്ന. ആറ്റൽ പ്രാഗൽഭ്യം. ഇകഴാമൈ അപകീർത്തിപ്പെടുത്താൻ മുതിരാതിരിക്കുക. പോറ്റുവാർ തനിക്ക് ഒരു കേടും വരാതെ സൂക്ഷിക്കുന്നവർ. പോറ്റലുൾ എല്ലാം കാക്കുന്നതിൽ വെച്ച് തലൈ മുഖ്യമായിട്ടുള്ളത്. മഹത്വം, ജ്ഞാനം, നിരന്തര പരിശ്രമം എന്നിവയാലും ദുർഗം, സൈന്യശേഷി, സഖ്യബലം, ധനപ്രൗഢി എന്നിവ കൊണ്ടും വളരെ ഉയർന്നു നിൽക്കുന്നവരും എന്തു തീരുമാനം എടുക്കുന്നുവോ അത് നടപ്പാക്കാൻ യാതൊരു പ്രയാസവും ഇല്ലാത്തവരുമായ സമുന്നതന്മാരെ നിന്ദിക്കാതിരിക്കുന്നതാണ് ബുദ്ധി. മാത്രമല്ല, സ്വയം വിനാശത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അവയിലെല്ലാം വെച്ച് ഏറ്റവും മുഖ്യമായ ഒരു രക്ഷാമാർഗം ഇത് തന്നെയാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മളെക്കാളും ഉന്നതരായിട്ടുള്ള ആൾക്കാർ, അത് പല കാരണങ്ങൾ കൊണ്ടാവും. മഹത്വം, ജ്ഞാനം, ഇങ്ങനെ പല കാരണങ്ങളെ കൊണ്ടും ദുർഗം, രാജാക്കന്മാരുടെ കാര്യമാണെങ്കിൽ ദുർഗം, സൈന്യശേഷി, ധനപ്രൗഢി എന്നിവ കൊണ്ടൊക്കെ ഉയർന്നു നിൽക്കുന്നവരും എന്ത് തീരുമാനം എടുത്താലും നടപ്പാക്കാൻ കഴിവുള്ളവരും ആയിട്ടുള്ള ഉന്നതന്മാരായ ആൾക്കാരെ നിന്ദിക്കാതിരിക്കുന്നതാണ് ബുദ്ധി. സ്വന്തമായിട്ട് വിനാശത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ പല പല മാർഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഒരു മാർഗം, മഹത്തുക്കളെ നിന്ദിക്കാതിരിക്കുക. പെരിയാരൈ പേണാ തൊഴുകിൻ പെരിയാരാൽ പേരാ ഇടുംപൈ തരും. പെരിയാരൈ പേണാ തൊഴുകിൻ പെരിയാരാൽ പേരാ ഇടുംപൈ തരും. വലിയോരെ ബഹുമാനിക്കായിൽ അവർ മൂലമൊഴിയാത്ത ദുരിതമേ വായിക്കൂ. വലിയോരെ ബഹുമാനിക്കായിൽ അവർ മൂലം ഒഴിയാത്ത ദുരിതമേ വായിക്കൂ. പെരിയാരെ കരുത്തുകൊണ്ട് ഉയർന്നവരെ, പേണാതോ നന്നേ ബഹുമാനിക്കാതെ, ഒഴുകിൻ നടക്കുന്ന പക്ഷം, പെരിയാരാൽ ആ മഹത്തുക്കൾ മൂലം, പേരാവിടുമ്പൈ ഒരു നാളും വിട്ടൊഴിയാത്ത വലിയ ദുരന്തങ്ങൾ തരും ഫലമായി തീരും. രാജാവ് തന്നേക്കാൾ സമുന്നതരും മഹത്തുക്കളുമായവരെ യഥായോഗ്യം ബഹുമാനിച്ച് തന്നെ കഴിയണം. അങ്ങനെ അല്ലാത്ത പക്ഷം അവർ നിമിത്തം ഇഹത്തിലും പരത്തിലും ദുഃഖിക്കേണ്ടി വരും. ദുരിതങ്ങൾ ഒരിക്കലും വിട്ടൊഴിയുകയും ഇല്ല. ഇപ്പോൾ ഒരു ഭരണാധികാരി തന്നേക്കാളും ഉയർന്ന നിലയിലുള്ള മഹത്തുക്കൾ, പല കാരണങ്ങളെ കൊണ്ടും ഉയർന്ന നിലയിൽ ഉള്ള ആളുകളെ, അതായത് മറ്റ് രാജാക്കന്മാരെയും മഹർഷിമാരെയും ഒക്കെ യഥായോഗ്യം ബഹുമാനിക്കണം. അങ്ങനെ ബഹുമാനിച്ചില്ലെങ്കിൽ ഈ മഹത്തുക്കൾ മൂലം ഇഹത്തിലും പരത്തിലും ഈ രാജാവ് ദുഃഖിക്കേണ്ടി വരുന്നതാണ് പറയുന്നത്. ദുരിതങ്ങൾ ഒരിക്കലും വിട്ടൊഴിയുകയുമില്ല. കെടൽ വേണ്ടിർ കേളാതു ചെയ്യുക അടൽ വേണ്ടിൻ ആറ്റു പവർ കൺ ഇഴുക്കു. കെടൽ വേണ്ടിർ കേളാതു ചെയ്യുക അടൽ വേണ്ടിൻ ആറ്റു പവർ കൺ ഇഴുക്കു. കെടുതലിനു മുൻപിൽ നിനയ്ക്കാതെ ശത്രുവധ പടുവിനോടു പിഴ ചെയ്യലാകാം. കെടുതലിനു മുൻപിൽ നിനയ്ക്കാതെ ശത്രുവധ പടുവിനോടു പിഴ ചെയ്യലാകാം. അടൽ വേണ്ടിൻ നിഗ്രഹിക്കേണ്ടിടത്ത്, ആറ്റു പവർ കൺ ചെയ്യാൻ കഴിവുള്ളവരോട്, അങ്ങനെയുള്ള രാജാക്കന്മാരോട്, ഇഴുക്ക് പിഴകൾ. കെടൽ വേണ്ടിൻ തനിക്ക് നാശം തന്നെ വേണമെന്നുണ്ടെങ്കിൽ, കേളാതു വരും വരായികൾ പറയപ്പെട്ടിരിക്കുന്നതൊന്നും ശ്രദ്ധിക്കാതെ ചെയ്യുക, ചെയ്തുകൊള്ളുക. നശിച്ചേ തീരൂ എന്നുള്ള ആഗ്രഹമാണെങ്കിൽ ഒരെളുപ്പവഴിയുണ്ട്. പരാക്രമികളെപ്പോലും നൊടിയിട കൊണ്ട് സംഹരിച്ച് വിരാജിക്കുന്ന യുദ്ധവീരന്മാരോട്, അതായത് കരുത്തന്മാരായ രാജാക്കന്മാരോട് വരും വരായികളെക്കുറിച്ച് അല്പം പോലും ചിന്തിക്കാതെ
ശാസ്ത്രഗ്രന്ഥങ്ങളൊക്കെ എന്തു പാടില്ല എന്ന് വിലക്കുന്നുവോ അതിന് ലേശവും ചെവി കൊടുക്കാതെ പിഴകൾ ചെയ്യുക. അതാണ് നശിച്ചേ തീരൂ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു എളുപ്പവഴി. പരാക്രമികളെപ്പോലും, എത്ര വലിയ യുദ്ധവീരന്മാരെ പോലും നൊടിയിട കൊണ്ട് നശിപ്പിച്ച് ഭരണം നടത്തുന്ന യുദ്ധവീരന്മാരോട്, അതായത് കടുത്ത രാജാക്കന്മാരോട് ഒന്നും വരും വരായികളെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ, പോരാതെ ശാസ്ത്രഗ്രന്ഥങ്ങളിൽ എന്ത് പാടില്ല എന്ന് വിലക്കുന്നുവോ അതിന് ലേശവും ചെവി കൊടുക്കാതെ പിഴകൾ ചെയ്യുക എന്നുള്ളതാണത്. കൂറ്റത്തെ കയ്യാൽ വിളിത്തറ്റാൽ ആറ്റുവാർ കാറ്റാതാർ ഇന്നാ ചെയ്യൽ. കൂറ്റത്തെ കയ്യാൽ വിളിത്തറ്റാൽ ആറ്റുവാർ കാറ്റാതാർ ഇന്നാ ചെയ്യൽ. യമനെ തൻ കയ്യാൽ വിളിക്കുമ്പോൾ പ്രബലരോട് അബലന്മാർ തിന്മ ചെയ്തിടൽ. യമനെ തൻ കയ്യാൽ വിളിക്കുമ്പോൾ പ്രബലരോട് അബലന്മാർ തിന്മ ചെയ്തിടൽ. ആറ്റുവാർക്ക് വെച്ചാൽ പ്രബലന്മാരായിട്ടുള്ളവർക്ക്, ആറ്റാതാർ ബലമില്ലാത്തവർ, ഇന്ന ദ്രോഹങ്ങൾ, ചെയ്യൽ ചെയ്യുന്നത്, കൂറ്റത്തൈ കാലനെ, കയ്യാൽ കൈകാട്ടി, വിളിത്തറ്റോ വിളിച്ചു വരുത്തുന്നത് പോലെ ആകുന്നു. ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിലും വരും, അതിന് തരം നോക്കിയിരിക്കുകയാണ് കാലൻ. ആ കാലനെ അങ്ങോട്ട് അന്വേഷിച്ച് കൈ കാട്ടി വിളിച്ചു വരുത്തുക എങ്ങനെയിരിക്കും? അതുപോലെയാണ് പ്രബലരും ഉദ്ദേശിച്ചതെന്തോ അത് ചെയ്തു തീർക്കുന്നവരുമായിട്ടുള്ള ഉന്നതന്മാരോട് തിന്മ ചെയ്യുന്നത്. കാലൻ്റെ കഥ പറഞ്ഞ പോലെയാണ്. കാലൻ നമ്മൾ വിളിച്ചില്ലെങ്കിലും വരും. അപ്പോൾ ഇങ്ങോട്ട് വരാൻ തരം നോക്കിയിരിക്കുകയായിരിക്കും കാലൻ ഓരോരുത്തരുടെ അടുത്തേക്കും. പക്ഷെ ആ കാലനെ അങ്ങോട്ട് അന്വേഷിച്ച് കൈ കാട്ടി വിളിക്കുന്നത് പോലെയാണ് പ്രബലരായിട്ടുള്ള ആൾക്കാരോട് തിന്മ ചെയ്യാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ബുദ്ധിപൂർവം ശാസ്ത്രഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞതൊക്കെ അനുസരിച്ച് മാത്രമേ, വളരെ വിനയത്തോടെ മാത്രമേ ഉന്നതന്മാരോടും മഹത്തുക്കളോടൊക്കെ പെരുമാറാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കാലനെ വിളിച്ചു വരുത്തുന്ന പോലെയുള്ള അവസ്ഥ ഉണ്ടാവും. യാണ്ടു ചെന്തിയാണ്ടു മുളരാകാർ വെന്തുപ്പിൻ വേന്തു ചെറപ്പട്ടവർ. യാണ്ടു ചെന്തിയാണ്ടു മുളരാകാർ വെന്തുപ്പിൻ വേന്തു ചെറപ്പട്ടവർ. എങ്ങൊളിച്ചീടിലും വാഴില്ല ശക്തനാം മന്നൻ്റെ പക തന്നിലേറ്റാൽ. എങ്ങൊളിച്ചീടിലും വാഴില്ല ശക്തനാം മന്നൻ്റെ പക തന്നിലേറ്റാൽ. വെന്തുപ്പിൻ ഉഗ്രമായ ശക്തിയുള്ള വേന്തു രാജാവിനാൽ. ചെറപ്പട്ടവർ കോപിക്കപ്പെട്ടവർ. യാണ്ടു ചെന്റു ഏതൊരിടത്ത് ചെന്നൊളിച്ചാലും. യാണ്ടും ഒരിടത്തും. ഉളരാകാർ ഉയിർ വാഴുന്നില്ല. അതിശക്തനായ രാജാവിൻ്റെ കോപത്തിന് ഇരയാകുന്നവർ പിന്നെ ഒരിടത്തും പോയി ഒളിച്ചിട്ടൊന്നും കാര്യമില്ല. ആ രാജാവിനെ ഭയപ്പെടുന്ന മറ്റു രാജാക്കന്മാരുടെ നാട്ടിൽ അഭയം കിട്ടിയെന്ന് വരില്ല. അഥവാ ഒളിക്കാൻ പറ്റിയാൽ തന്നെ അഭയം തരുന്ന രാജാവ് ശത്രുരാജ്യവും ആയിത്തീരും. അതിൻ്റെ തിക്തഫലങ്ങൾ വേറെയും. ചുരുക്കത്തിൽ അകാലത്തിലുള്ള അപമൃത്യുവിൽ കുറഞ്ഞ ഒരു പോംവഴിയും ഇല്ല. അപ്പോൾ അതിശക്തനായിട്ടുള്ള ഒരു രാജാവിൻ്റെ കോപത്തിന് ഇരയാകുന്ന ഒരാൾ എവിടെയും പോയി ഒളിച്ചിട്ടൊന്നും കാര്യമില്ല. മറ്റു രാജാക്കന്മാരൊക്കെ ഈ രാജാവിനെ ഭയപ്പെടുന്നവരാണെങ്കിൽ അവിടെയൊന്നും അഭയം കിട്ടിയെന്ന് വരില്ല. അഥവാ ഒളിക്കാൻ പറ്റിയാൽ തന്നെ ഈ അഭയം തരുന്ന രാജാവ് ശത്രുരാജാവും അയാളുടെ രാജ്യം ശത്രുരാജ്യവുമായിത്തീരും. അപ്പോൾ പിന്നെ ആലോചിച്ചറിയാലോ, അതിൻ്റെ തിക്തഫലങ്ങൾ വേറെയും ഉണ്ടാവും. ചുരുക്കത്തിൽ ഉണ്ടാവാൻ പോണത് അകാലത്തിലുള്ള അപമൃത്യു തന്നെ. അതിനൊന്നും വേറൊരു പോംവഴിയും ഉണ്ടാവില്ല. അതിനാൽ അതിശക്തന്മാരായിട്ടുള്ള ആളുകളുടെ അടുത്ത് വളരെ സൗമനസ്യത്തോടെയും നല്ല രീതിയിലും പെരുമാറുക. പകയൊന്നുമില്ലാതെ ബഹുമാനത്തോടെ പെരുമാറണം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയുള്ള ആൾക്കാരുടെ, അത് രാജാവായിക്കൊള്ളണമെന്നില്ല, ഋഷിമാരോ അങ്ങനെയുള്ള ആൾക്കാർ, മഹത്തുക്കൾ, അവരുടെ അടുത്ത് ബഹുമാനപൂർവ്വം എപ്പോഴും പെരുമാറണം. അതാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 5 ഉരുളകൾ കഴിഞ്ഞു. നമുക്ക് നാളെ കാണാം. നന്ദി.